പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുണ്ടായ കുപ്രചാരണങ്ങൾക്ക് അന്ത്യമിട്ട് പി.സി. ജോർജും അനിൽ ആന്റണിയും തനിക്ക് അസംതൃപ്തി ഉണ്ടെന്ന പ്രചാരണത്തിന് പിന്നിൽ വിഷം കലക്കാൻ ശ്രമിച്ചവരാണെന്നും അനിൽ ആന്റണിയുടെ വിജയം ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും പി.സി. ജോർജ്. പത്തനംതിട്ടയിലെ മോദിയുടെ പ്രതിനിധിയായി തന്നെ ജാതിയും മതവും നോക്കാതെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും അനിൽ ആന്റണി പറഞ്ഞു. പുഞ്ഞാറിലെ പി.സി. ജോർജിന്റെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു നേതാക്കളുടെ പ്രതികരണം. പത്തനംതിട്ടയിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയെ പ്രഖ്യാപിച്ചതിൽ പി.സി. ജോർജിന് അതൃപ്തിയുണ്ടെന്നുള്ള പ്രചാരണം സജീവമായിരുന്നു. അത്തരം ശ്രമങ്ങൾക്ക് വിരാമമിട്ടിരിക്കുകയാണ് പി.സി. ജോർജ്. തനിക്ക് അതൃപ്തിയുണ്ടെന്ന പ്രചാരണത്തിന് പിന്നിൽ വിഷം കലക്കാൻ ശ്രമിച്ചവരെന്ന് പി.സി. ജോർജ് പറഞ്ഞു. താൻ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടിട്ടില്ല. അനിൽ ആന്റണിയുടെ വിജയം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി പ്രവർത്തിക്കും. പത്തനംതിട്ടയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമുണ്ടാകുമെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. അപ്പോൾ പത്തനംതിട്ട പാർലമെന്റ് നിയമനത്തിൽ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അത് പാർട്ടി തീരുമാനം, ബി.ജെ.പിയുടെ തീരുമാനമാണ്. വേറെ ആരും നിങ്ങൾ പലരും എവൻ ചോദിച്ച പോലെ ഞാൻ സ്ഥാനാർത്ഥി ചോദിച്ചുള്ളൂ. പിന്നെ എന്താ നിങ്ങൾ വർത്തമാനം പറയുന്നത്? ഒരു സ്ഥലത്ത് ആരുടെങ്കിലും പറ, ഏതെങ്കിലും ഒരുത്തം പറ ഞാൻ സ്ഥാനാർത്ഥി ചോദിച്ചു. പിന്നെ ചില വട്ടന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന് ഉത്തരം പറയാൻ നമുക്ക് അറിയില്ല. അനിൽ ആന്റണിയുടെ വിജയം ഉറപ്പാക്കുക എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യം. ബി.ജെ.പിയുടെ മുഴുവൻ പ്രവർത്തകരും വളരെ ആത്മാർത്ഥ മുൻപന്തിയിൽ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. പത്തനംതിട്ടയിൽ താൻ മോദിയുടെ പ്രതിനിധിയാണെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി. ജാതിയും മതവും നോക്കാതെ മോദിക്ക് വേണ്ടി പത്തനംതിട്ടയിലെ ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കും. പി.സി. ജോർജ് സ്വാധീനമുള്ള നേതാവാണെന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടാനായത് ഭാഗ്യമാണെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു. എല്ലാ മണ്ഡലങ്ങളിലും പോലെ തന്നെ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ നേതാവ് ശ്രീ നരേന്ദ്രമോദിജിയാണ്. നമുക്കുള്ള ഓരോ വോട്ടും മോദിജിക്കുള്ള വോട്ടാണ്. അത് കാരണം തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ ശ്രീ മോദിജിക്ക് വേണ്ടി വോട്ട് ചെയ്ത് മോദിജി പ്രധാനമന്ത്രിയാകാൻ എനിക്ക് താമര അടിയാളത്തിൽ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് എനിക്ക് ഒരു സംശയമില്ല. പൂഞ്ഞാറിൽ പി.സി. ജോർജിന്റെ വസതിയിലായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. ബി.ജെ.പി നേതാക്കളായ പ്രമീള ദേവി, ജോർജ് കുര്യൻ, ലിജിൻ ലാൽ, ഷോൺ ജോർജ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ജനം, കോട്ടയം.